ഇന്നലെ ഇവിടെ ആയിരുന്നു വർക്കല ബീച്ചിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്ന സ്ഥലം. ഉണ്ട് ഇപ്പോൾ ഇവിടെ മൊത്തം കാറുകളായി. ഇന്നലെ മൊത്തം മനുഷ്യന്മാരായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ മെത്തുമോണ്ടൻ നമുക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, മെത്തുവിൻ്റെ ഒരു കഥ വലിയൊരു കഥ തന്നെയാണ് അത്. എന്റെ കഥ ജീവിത കഥയാണ്. ഒന്ന് പറയോ, പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ സെൽഫ്. അല്ലേ, നേരെ NSS ക്യാമ്പ് ചെയ്ത് ട്രെയിൻ കയറി, ഒറ്റയ്ക്ക് ട്രെയിൻ കയറി 11 ഇപ്പൊ കൊല്ലം ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ 11:30 വരെ വെയിറ്റ് ചെയ്ത് KSRTC കയറി പാരിപ്പള്ളിയിൽ ഇറങ്ങി. അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് അയിരൂരിൽ പോയി ഇറങ്ങി 300 അവിടെ. എന്നിട്ട് അവിടെ നിന്ന് ഫോൺ പോയി. ഞാൻ അവിടെ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഫോൺ ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ. അപ്പൊ സ്പീക്കറൊക്കെ കയ്യിലുണ്ട്. നീ നിന്റെ പാട്ടോട്ട് എടുക്കാൻ പറഞ്ഞില്ല, നീ ഫോൺ എടുക്കാൻ പറഞ്ഞില്ല, പൈസ എടുക്കാൻ ധൃതിക്ക് എടുത്തു കൊടുത്താന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ബുക്കൊക്കെ കിട്ടി. അവിടെ പോലീസുകാരുടെ ഇത് അവിടെ നിന്ന് അച്ഛണ്ടാക്കി വിളിച്ച് ലൊക്കേഷൻ ഇട്ട് ട്രാഫിക് പോലീസായി. ഞാൻ പിന്നെ ഒരു പോലീസ് അവിടെ നിൽക്കണ്ടായി. ആൾക്കാർ വരുമ്പോ പാരിപ്പള്ളി അവിടെ മറ്റേത് അവിടെ എന്നൊക്കെ ചെയ്യുമ്പോ അങ്ങനെ മറ്റേ പുള്ളിയായി. ഞാൻ അവിടെ നിൽക്കണായിരുന്നു. അപ്പൊ മറ്റേ എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കും. ഫുൾ അഡ്വഞ്ചറസ് ട്രാവലായിരുന്നു. ഉണ്ണിക്കും അഡ്വഞ്ചറസ് ആയിരുന്നു അല്ലേ. നൈസ് ബർത്ത്ഡേ ആണ്, എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ and today is my birthday and waiting for the wishes. Okay everybody. ഈ മെസ്സേജ് ആരും കണ്ടില്ല, അത് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ. ഗായ്സ്, നമ്മൾ ക്ലിഫ് ബീച്ചിന്റെ ക്ലിഫ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നല്ല അടിപൊളി ഇറക്കാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് വർക്കല ബീച്ചിലെ താഴെ എത്തിയിരിക്കുകയാണ്. ജിന എൻജോയിങ് ദ ലൈഫ്. ഗായ്സ്, ആച്ചിയും ലോക്കും അവിടെ കുളിക്കാൻ പോയിരിക്കുകയാണ്. ദോ നിൽക്കുന്നവര് എവിടെ? ദോ നിൽക്കുന്നത് ആച്ചിയും ദോ നിൽക്കുന്നത് ലോക്കുമാണ് ഗായ്സ്. നമ്മുടെ ഉണ്ണിയമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയമ്മ നിരാശ കാമുകൻ ഫീൽ ഔട്ടിലാണ്. കുളിക്കാൻ ഡ്രസ്സ് എടുത്തില്ല എന്ന് തോന്നുന്നു, അതാണ് പുള്ളിയുടെ പ്രശ്നം. പിന്നെ ജിനാറ്റാക്ക് ഇവിടെ റെഡി ആവുന്നു, ഇപ്പം തന്നെ ഇറങ്ങും കുളിക്കാനായിട്ടാ. ഇതാണ് വർക്കല ബീച്ചിൻ്റെ ഒരു വൈബ്. ഇവർക്ക് സർഫിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ സൈക്കിൾ ഓട്ടി പോണ്. ഇന്നും ഇവരെ ഓടിച്ച് കയറ്റി ഗൈസ് ലൈഫ് ഗാർഡ്. ഇന്നലെ ഓടിച്ച് കയറ്റി. ലൈഫ് ഗാർഡിന് ഞങ്ങളുടെ ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് എവിടെ പോയാലും ഞങ്ങളുടെ ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റിട്ടു. അവിടെ ഇങ്ങനെ നടക്കുന്നത് വെള്ളത്തിലൂടെ ഞങ്ങൾ മറ്റേ ഫ്ലാഷ് അവന്മാര് പുറകൊന്നും കുഞ്ഞിപ്പന്നിന്റെ മാത്രം. കുഞ്ഞിപ്പുല്ല് എതിർത്ത് സംസാരിച്ചത് അവന്മാർക്ക് ഇഷ്ടമാണ്. എന്നെ എതിർക്കാനായോടാ നീ ചോട്ടാപ്പി. ലൈഫ് ഗാർഡ് പറയാ, നിങ്ങൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നനയേണ്ടി വരൂലെന്ന്. അപ്പൊ പിന്നെ ഇവന് കാശ് കൊടുത്തോണ്ട് നിർത്തേക്കണം. എന്തിനാണ് ഒന്ന് നനയാനല്ല, ഞങ്ങൾ വെള്ളത്തിൽ പോയെന്ന് രക്ഷിക്കണ്ടേ. അന്ന് ഞങ്ങൾ ഡിസ്റ്റൻസ് ഇട്ട് പോയൊന്നുമില്ല. അതെ, അര വരെ ഉള്ളത്. അവിടെ കുറെ പേര് നിക്കണുണ്ടോ ഇപ്പോഴും? അവിടെ ആൾക്കാരുണ്ടായി. അന്ന് ഞങ്ങളെ പിടിച്ചോണ്ടിരിക്കണേ. ഇന്നലെ അതെ, ഇന്നും അതെ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങില്ല. ഞങ്ങൾ ക്ലിഫ് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സുഖമുണ്ട്. എറിയുന്നപ്പോ നല്ല സുഖമുണ്ടായി. ഇതൊരുമാതിരി ഇങ്ങനെ സ്റ്റെപ്പ് കിട്ടിയേക്കണം. അതെ, നേരെ അമ്മേ. ഇതാണ് വ്യൂ, കുത്തനെയുള്ള കയറ്റം. ഇവിടുത്തെ ടൂറിസ്റ്റ് ലൊക്കേഷനുകളാണ് ഇതൊക്കെ. കൊല്ലത്ത് നിന്ന് കാണാനുള്ള സ്ഥലങ്ങൾ. ഇത്രയും സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളിനിയിപ്പോൾ തിരിച്ചു പോവാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി കയറി നമ്മൾ തിരിച്ച് വീണ്ടും കളമശ്ശേരിയിലേക്ക്. കടലും
കായലും ഞങ്ങള് ഉണ്ണിയമ്മയ്ക്ക് വിശന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാണ്. 1 മണി ആയതുകൊണ്ട് ഉണ്ണിയമ്മയ്ക്ക് വിശന്നു, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഉണ്ണിയമ്മ വാഷ് ചെയ്യാണ് ഗായ്സ്. അല്ലേ 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 ആണെന്ന് പറ. പിന്നെ അജുവിന് വിശക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ഉണ്ണിയമ്മ സുഡോക്കോയും ബേർഡ് ഗെയിമും കളിക്കാൻ വേണ്ടി പെൻസിൽ വെച്ചു. എന്നിട്ട് ഉണ്ണിയമ്മേനെ പറ്റിച്ച് ഇത് മിത്തോടുന്നത് ശരി. ഇത് പുതിയ ഹോട്ടലാണ്, ഇന്നലെ തുടങ്ങിയ ഹോട്ടലാണ്. നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. മൊണാലിസ ബിരിയാണിയും സാധാ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഗായ്സ്, നമ്മൾ മേടിച്ച ബിരിയാണിയാണിത്, മൊണാലിസ. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസിയുമാണ്, സ്വീറ്റ് ആൻഡ് സ്പൈസി. ഉണ്ണീനെ പോലെ സ്വീറ്റ് ആൻഡ് സ്പൈസി. യെസ്. പിന്നെ ഇത് സാധാ ചിക്കൻ ബിരിയാണി, ഇത് മൊണാലിസ. കളർ വ്യത്യാസമുണ്ട് കണ്ടോ ഗായ്സ്. പിന്നെ ഇത് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ബോൾസ് പോലെയാണ് വരുന്നത് കണ്ടോ. എന്താ കിടില, അത്രേ ഉള്ളൂ. നമുക്ക് മൊണാലിസ കഴിക്കാം. ഇതാണ് മൊണാലിസ. ചെറിയുണ്ട്, പിന്നെ എന്താണ് കാടമുണ്ട്, പിന്നെ ഇത് ചിക്കൻ. ചിക്കന് പകരം മീറ്റ് ബോൾസ് ആണ്. അപ്പോൾ നമ്മൾ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇന്നലെ തുടങ്ങിയ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ സ്പെഷ്യലായിട്ടാണ് മൊണാലിസ ആണ് സംഭവം. മീറ്റ് ബോൾസും പിന്നെ ഹോട്ട് ആൻഡ് സ്പൈസി സം റൈസാണിത്. ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ചെറി ഉണ്ട്, പിന്നെ ബാക്കിയൊക്കെ ഫ്രൈഡ് റൈസ് പോലത്തെ സംഭവം. അതാണ് നമ്മുടെ മൊണാലിസ മീറ്റ് ബോൾസ്. ടേസ്റ്റിന് അടുന്നാണ് കഴിച്ച് മുട്ട പൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കടിക്കാൻ കിട്ടും. ചെറിയുണ്ട്, ചെറിയൊക്കെ ഉണ്ട്. അത്യാവശ്യം എരിവുണ്ട് മൊണാലിസ. അപ്പം എന്താ ഹോട്ടലിൽ കുറച്ചിട്ട് കാണിച്ചു തരാം. ഹോട്ടലിൽ നമുക്ക് കാണിച്ചു തരാം, പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പുതിയ സാധനമാണ്. ഗായ്സ്, ഉണ്ണിക്ക് കേക്ക് മേടിക്കാൻ വന്നേക്കാണ്. നമ്മൾ ക്യാരമൽ ടോഫി കേക്കാണ് ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് മേടിച്ചിരിക്കുന്നത്. പിന്നെ പുള്ളി ഇതേ 13 എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കേക്ക് ഹട്ടിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്, എടപ്പള്ളിയിലുള്ള. എന്താ ഉണ്ണി പറയാനുള്ളതോ? എന്തെങ്കിലും പറയാനുണ്ട്? പുള്ളിക്ക് ക്വാളിറ്റി ബേക്കസി പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയമ്മയ്ക്ക് മേടിച്ച കേക്ക്. ഗൈസ്, നമ്മൾ ഉണ്ണിയുടെ ബർത്ത്ഡേ ആഘോഷിച്ച് ന്യൂ ഇയർ അവസാനിപ്പിക്കുകയാണ്. എന്തേ ന്യൂ ഇയർ സെലിബ്രേഷൻ. വയസ്സ് 31 വയസ്സ്. എടാ ഇവിടെ നോക്കുമ്പോ 31 ആണോ? 31 വയസ്സായിട്ട് ചെക്ക് കഷ്ടപ്പെട്ട് ഊതാൻ പാടില്ല.
ഊതിക്കളഞ്ഞാറ്റേ മുറിക്കാൻ പാടുള്ളൂ. ലൈറ്റ് വേണം, ലൈറ്റ് കത്തിക്കാനേ പാടുള്ളൂ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ചോക്ലേറ്റിൽ ഗിമ്മി വീഡിയോഗ്രാഫർ മിത്ര കട്ട് ചെയ്തടാ.